മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ഞാൻ IISH ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വളരെ സീരിയസ് ആയിട്ട് പൈതൃകവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന നന്മകളും അറിയിക്കാനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. വളരെയധികം ഈ ഫീൽഡിൽ ബന്ധമുള്ളവര് അതിനകത്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ വെറുതെ വായിച്ച് ഷെയർ ചെയ്യാൻ മാത്രമല്ല, ഇതുമാതിരി യൂട്യൂബിൽ കൊടുക്കാനും കൂടി സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 36 മണിക്കൂറേ ആയുള്ളൂ. ധാരാളം ഇൻഫർമേഷൻ അതിലൂടെ വരുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ഇൻഫർമേഷൻ തരാനുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ എനിക്ക് അയക്കുകയാണെങ്കിൽ, IISH ഗ്രൂപ്പിലോ അല്ലെങ്കിൽ SMS ആയിട്ടോ അയക്കുകയാണെങ്കിൽ എനിക്കത് ഇതേപോലെ ഷെയർ ചെയ്യാൻ സാധിക്കും. വളരെ ട്രാഷായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്തതും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയിക്കരുത്. അതൊന്നും നോക്കാനും വായിക്കാനും ഒന്നും നേരെയില്ല. നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ജനൻ TV-യിൽ എൻ്റെ ഭഗവത്ഗീത വിവരണങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആളാണ്. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വീഡിയോഗ്രാഫറാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വരി നല്ല രസമായിട്ട് തോന്നി. ഇതുമാതിരി ആരെഴുതിയാലും ഞാനത് വായിക്കുന്നുണ്ടായിരിക്കും. ഓർമ്മിക്കുക, നവംബർ 13, ഇതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തിരുവനന്തപുരത്ത് SMV സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ തൊഴിൽ മേള, സയൻസും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും തൊഴിൽ മേളയുടെ സജീവ പങ്കാളികളാണ്. സയൻസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കേരള ചേംബർ ഓഫ് കൊമേഴ്സും ഈ തൊഴിൽ മേളയിലെ സജീവ പങ്കാളിയാണ്. 50-ലേറെ ദേശീയവും അന്തർദേശീയവുമായ കമ്പനികൾ തൊഴിലാളികളെ നേരിട്ട് അന്നേ ദിവസം നവംബർ 13 റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 5ാം ക്ലാസ് വിജയിച്ചവൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയവർ വരെ നേരിട്ട് വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താം, തൊഴിൽ നേടാം. ഒരാൾക്ക് 4 കമ്പനികളിൽ തൊഴിലവസരത്തിനായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് എന്ന് അദ്ദേഹം എഴുതുന്നു. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മണി മുതൽക്ക് മേള വൈകുന്നേരം 5 മണി വരെയാണ്. ഈ സുവർണാവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് SR ആയി ബന്ധപ്പെടുക. കോണ്ടാക്ട് നമ്പർ തിരുവനന്തപുരത്തെ കോഡാണ് 0471-257016. ഇത് ഞാൻ ഈ യൂട്യൂബിന്റെ ചുവട്ടിൽ ഈ നമ്പർ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് SR അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ നൽകുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ വായിക്കാൻ കാരണം ഒരു തൊഴിലവസരത്തെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് നൽകുക അല്ല എൻ്റെ ഉദ്ദേശം. ഒരു പക്ഷേ ഭാവിയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിലാളികളെ ആവശ്യമുള്ളവർക്കും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് MTech ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയിട്ട് 3, 4, 5 പേരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ അത് ആ വിഷയത്തിൽ മാത്രമാണ്. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ക്യാമ്പസ് ഇന്റർവ്യൂവിന് മഹേന്ദ്ര വരുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു 5-6 പേർക്കാണ് കിട്ടുന്നത്. ഇതങ്ങനെയല്ല. 5ാം ക്ലാസ് മുതൽക്ക് ശരിക്കും പ്രശാന്ത് എഴുതി അയച്ചിരിക്കുന്നത് മുഴുവനും നവംബർ 13 SMV സ്കൂള് തിരുവനന്തപുരത്ത് നടക്കുമെങ്കിൽ ആ 5ാം ക്ലാസ് മുതൽക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ ഉള്ളവർക്ക് നേരിട്ട് നടന്ന് ചെന്ന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുക. എന്തൊരു മാറ്റാണ്! കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പൂർണ്ണ സഹകരണവും അതിനകത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം നടത്താൻ പറ്റില്ല. കേരള പോലീസിന്റെ സഹകരണം ഉണ്ടാവും, ആഭ്യന്തരമന്ത്രിയുടെ സഹകരണം ഉണ്ടാവും, S&T മിനിസ്റ്ററുടെ കേരളത്തിൽ നിന്ന് സഹകരണം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തൊഴിൽ അന്വേഷിച്ച ആപ്ലിക്കേഷൻ എഴുതി അപ്ലൈ ബട്ട് നോ റിപ്ലൈ എന്ന് പണ്ട് പറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി അപ്രോച്ച് ആൻഡ് യു ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് മുമ്പിൽ ഇന്റർവ്യൂ നടത്തുന്ന 4 കമ്പനിയിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം, കഴിവ് തെളിയിച്ചാൽ അപ്പം തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള അവസരം, ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ മുതൽക്ക് ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വരെ ഉള്ളവർക്ക് പ്രയോജനപ്പെടുത്താനുള്ള അവസരം, ഇങ്ങനെയെല്ലാം സാധിക്കുന്ന ഇതുപോലെയുള്ളത് ഭാവിയിൽ വരുമ്പോൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനും നല്ല ജോലി അവസരങ്ങൾ
ഉള്ളത് പ്രയോജനപ്പെടുത്താനും എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുമായി പരിചയമുള്ളവരോടും അറിയിക്കുക. ജസ്റ്റ് SMB സ്കൂളിലേക്ക് പോവുക. നവംബർ 13 അവിടെ ഇന്റർവ്യൂ ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നേരിട്ട് ഒന്നും വായിച്ചിട്ടല്ല. ഞാൻ ഇന്ന് രാവിലെ എത്തിയേ ഉള്ളൂ, ഇന്നലെ രാത്രി എത്തിയേ ഉള്ളൂ. ഇനി വെരിഫൈ ചെയ്യാൻ നിന്നിട്ടില്ല. ശ്രീ പ്രശാന്ത് വളരെ ഭംഗിയായിട്ട് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി അയച്ചു തന്ന വാട്സപ്പ് സന്ദേശം ഞാൻ നിങ്ങൾക്ക് വായിച്ച് ഇത് നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തണം. പരമാവധി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.